നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുന്നംകുളം സ്റ്റേഷനിലെ പോലീസുകാർ സഞ്ചരിച്ച ബൈക്കിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. ആർത്താറ്റ് ശിവക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന മടത്തിപ്പറമ്പിൽ ജനാർദ്ദന പ്രഭുവിന്റെ ഭാര്യ 54 വയസ്സുള്ള ശ്രീദേവിയാണ് മരിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് 7 മണിയോടെ ആർത്താറ്റ് പള്ളിക്ക് സമീപമായിരുന്നു അപകടം. ഗുരുവായൂർ ദേവസ്വം പാഞ്ചജന്യം അനക്സ് റെസ്റ്റ് ഹൌസ് ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികൾ ദേവസ്വം മന്ത്രി VN വാസവൻ നാടിന് സമർപ്പിച്ചു. ഭക്തർക്ക് സമയബന്ധിതമായി ദർശനം നടത്തി മടങ്ങാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കണമെന്ന് മന്ത്രി. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. ശക്തമായ മഴയെ തുടർന്ന് വിവിധയിടങ്ങളിൽ നാശനഷ്ടങ്ങൾ. പഴുന്നാനയിൽ ഇരുനില കെട്ടിടം തകർന്നു വീണു. കണ്ടാണശ്ശേരി കരിയന്നൂരിൽ വീട് തകർന്നു. മാസങ്ങളായി പാൽ അളന്ന പണം ലഭിക്കുന്നില്ലെന്ന് പരാതി. ക്ഷീര കർഷകർ എരുമപ്പെട്ടി പഞ്ചായത്ത് ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിന് മുന്നിൽ പാലൊഴിച്ച് പ്രതിഷേധിച്ചു. കർഷകർക്ക് അർഹതപ്പെട്ട പണം ലഭിക്കുന്നതുവരെ സമരം പ്രക്ഷോഭ പരിപാടികളുമായി കൂടെയുണ്ടാകുമെന്ന് കോൺഗ്രസ് നേതൃത്വം. വിശദമായ വാർത്തയിലേക്ക്. കുന്നംകുളം സ്റ്റേഷനിലെ പോലീസുകാർ സഞ്ചരിച്ച ബൈക്കിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. ആർത്താറ്റ് ശിവക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന മടത്തിപ്പറമ്പിൽ ജനാർദ്ദന പ്രഭുവിന്റെ ഭാര്യ 54 വയസ്സുള്ള ശ്രീദേവിയാണ് മരിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് 7 മണിയോടെ ആർത്താറ്റ് പള്ളിക്ക് സമീപത്താണ് അപകടമുണ്ടായത്. കുന്നംകുളം സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരായ അജിൽ, ജ്യോതിഷ് എന്നിവർ സഞ്ചരിച്ച ബൈക്കാണ് അപകടത്തിൽപ്പെട്ടത്. കുന്നംകുളം ഭാഗത്തു നിന്നും ചാട്ടുകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന പോലീസുകാർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് റോഡിലെ സീബ്ര ക്രോസിലൂടെ റോഡ് മുറിഞ്ഞുകിടക്കുകയായിരുന്ന ശ്രീദേവിയെ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ പരിക്കേറ്റ ശ്രീദേവിയെ ഉടൻ തന്നെ കുന്നംകുളം മലങ്കര ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു. തലക്കേറ്റ പരിക്ക് ഗുരുതരമായതിനാൽ വെന്റിലേറ്ററിലേക്ക് മാറ്റി. ശനിയാഴ്ച ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ ശ്രീദേവി ഞായറാഴ്ച പുലർച്ചെയാണ് മരിച്ചത്. ഗുരുവായൂർ ദേവസ്വം പാഞ്ചജന്യം അനക്സ് റെസ്റ്റ് ഹൌസ് ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികൾ ദേവസ്വം മന്ത്രി VN വാസവൻ നാടിന് സമർപ്പിച്ചു. ഭക്തർക്ക് സമയബന്ധിതമായി ദർശനം നടത്തി മടങ്ങാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കണമെന്ന് മന്ത്രി പറഞ്ഞു. ദേവസ്വത്തിന്റെ തെക്കേ നടയിൽ നിർമ്മാണം പൂർത്തീകരിച്ച പാഞ്ചജന്യം അനക്സ് റെസ്റ്റ് ഹൌസ് ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികളാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ ചേർന്ന ചടങ്ങ് ദേവസ്വം മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണം പൂർത്തിയായ 10 ആനത്തറികളുടെ സമർപ്പണവും ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ നവീകരിച്ച മൈതാന സമർപ്പണവും ക്ഷേത്രത്തിലെ പുതിയ ദീപവിധാന സംവിധാനത്തിന്റെ സമർപ്പണവും അദ്ദേഹം നിർവഹിച്ചു. പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കിയ ദേവസ്വം ഭരണസമിതിയെ മന്ത്രി അഭിനന്ദിച്ചു. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് സമയബന്ധിതമായി ദർശനം നടത്തി മടങ്ങാൻ കഴിയുന്ന സാഹചര്യമുണ്ടാക്കണമെന്ന് മാസ്റ്റർ പ്ലാനിൽ വിഭാവനം ചെയ്യുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും സമയക്രമം പാലിച്ച് പൂർത്തിയാക്കണമെന്നും മന്ത്രി പറഞ്ഞു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ PC ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. NK അക്ബർ MLA വിശിഷ്ടാതിഥിയും ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് മുഖ്യാതിഥിയുമായി ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ KP വിശ്വനാഥൻ സ്വാഗതവും C മനോജ് നന്ദിയും പറഞ്ഞു. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. കണ്ണൂരും വയനാടുമടക്കം വിവിധയിടങ്ങളിൽ കനത്ത മഴ തുടരുകയാണ്. വ്യാപകമായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ വീടുകൾ തകർന്ന് നാശനഷ്ടം സംഭവിച്ചു. ഡാമുകളിലും പുഴകളിലും ജലനിരപ്പ് ഉയരുന്നതിനാൽ കനത്ത ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും ദുരന്ത നിവാരണ മുന്നറിയിപ്പ് ലഭിച്ചാൽ കാത്തിരിക്കാതെ ആളുകളെ മാറ്റി താമസിപ്പിക്കണമെന്ന കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് റവന്യൂ മന്ത്രി K രാജൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ മലയോര മേഖലയിൽ തുടർച്ചയായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ മാറ്റിപ്പാർപ്പിക്കൽ നടത്തിയിട്ടുണ്ട്. മഴയോടൊപ്പം 70-80 കിലോമീറ്റർ വേഗതയിൽ അതിശക്തമായ കാറ്റുകൂടിയുള്ളതിനാൽ മരങ്ങൾ കടപുഴകി വീഴുന്ന സ്ഥിതിയുമുണ്ട്. 1 കോടി രൂപ വരെ അടിയന്തര ഘട്ടങ്ങളിൽ ചെലവഴിക്കാനായി ജില്ലകൾക്ക് നൽകി. നഷ്ടപരിഹാരം കൃത്യമായി കണക്കെടുത്ത് ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ശക്തമായ കാറ്റിലും മഴയിലും പഴുന്നാനയിൽ ഇരുനില കെട്ടിടം തകർന്നു വീണു. പഴുന്നാന സ്കൂളിന് സമീപം സാധു സംരക്ഷണ സമിതി ട്രസ്റ്റിന് കീഴിലുള്ള കെട്ടിടമാണ് ഞായറാഴ്ച പുലർച്ചെ 5ഓടെ ശക്തമായ മഴയിൽ നിലം പൊത്തിയത്. പരിസരത്തെ വീടിനും ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു. ഒരു ഇലക്ട്രിക് പോസ്റ്റും ഒടിഞ്ഞു. റോഡിലേക്ക് തകർന്നു വീണ കെട്ടിടാവശിഷ്ടങ്ങൾ JCB ഉപയോഗിച്ച് നീക്കം ചെയ്തു. പോസ്റ്റ് മാറ്റി സ്ഥാപിക്കാനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചു. ഉപയോഗിക്കാതെ കിടന്നിരുന്ന കെട്ടിടമാണ് തകർന്നത്. ഇന്ന് പുലർച്ചെ ഒരു 4 മണിയോട് കൂടിയിട്ടാണ് ആ ബിൽഡിംഗ് റോഡിലേക്ക് പതിച്ചിട്ടുള്ളത്. നമുക്ക് വേറെ അപകടങ്ങളൊന്നും ഇല്ല എന്നാണ് ഇപ്പോൾ നമ്മൾ
പ്രതീക്ഷിക്കുന്നത്. വിളിച്ച ഉടനെ തന്നെ KCB നമ്മളിവിടെ എത്തുകയും അതിന്റെ ലൈനും കാര്യങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്തു. നമുക്ക് നിലവിൽ ആ ബിൽഡിങ്ങിന്റെ അടിയിൽ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അടിയന്തരമായിട്ട് നമ്മളത് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മളെന്തായാലും ഈ ബിൽഡിങ്ങിന്റെ കാലപ്പഴക്കം കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്യും. അപ്പോൾ എന്തായാലും നമ്മൾ എല്ലാവരും നാട്ടുകാരുടെ എല്ലാവരും KCB എല്ലാവരും സഹായത്തോടു കൂടിയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കരിയന്നൂരിൽ വീട് തകർന്നു. കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ കരിയന്നൂർ പുറവങ്ങാട്ടിൽ ധനലക്ഷ്മിയുടെ വീടാണ് ഞായറാഴ്ച പുലർച്ചെ 4ഓടെ തകർന്നത്. ഓടുപാകിയ വീടിന്റെ മേൽക്കൂരയും ചുമരും ഉൾപ്പെടെയുള്ള ഭാഗങ്ങളും തകർന്ന് നിലംപൊത്തുകയായിരുന്നു. വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ധനലക്ഷ്മി രാത്രി ഉറങ്ങാനായി അയൽവീട്ടിൽ പോകാറുള്ളതിനാൽ ആളപായം ഒഴിവാകുകയായിരുന്നു. വീടിന്റെ ബാക്കി ഭാഗങ്ങൾ ഏതു സമയത്തും നിലം പൊത്താവുന്ന നിലയിലാണ്. കനത്ത മഴയെ തുടർന്ന് റോഡിന്റെ വശമിടിഞ്ഞ് വീട്ടുമുറ്റത്തേക്ക് വീണു. കണ്ടാണശ്ശേരി പഞ്ചായത്തിന്റെ മറ്റം ഗ്രൗണ്ടിനോട് ചേർന്നുള്ള കോവിലൻ റോഡിൽ കരുമത്തിൽ പത്മിനിയുടെ വീടിന് മുന്നിലാണ് റോഡിന്റെ വശം ഇടിഞ്ഞു വീണത്. വീട്ടുകാർ കരിങ്കല്ല് ഉപയോഗിച്ച് കെട്ടിപ്പൊക്കിയിരുന്ന ഭാഗമാണ് ഇടിഞ്ഞിട്ടുള്ളത്. മണ്ണിനൊപ്പം കെട്ടിപ്പൊക്കിയ കരിങ്കല്ലും വീട്ടുമുറ്റത്തേക്ക് പതിച്ചിട്ടുണ്ട്. മണ്ണിടിഞ്ഞ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഇലക്ട്രിക് പോസ്റ്റ് അപകടാവസ്ഥയിലാണ്. പോസ്റ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയെടുത്ത കുഴിയുടെ മുഴുവൻ ഭാഗത്തെയും മണ്ണ് ഇടിഞ്ഞു പോയിട്ടുണ്ട്. അപകടം ഒഴിവാക്കുന്നതിന് KCB അധികൃതർ പോസ്റ്റ് കയർ ഉപയോഗിച്ച് കെട്ടിവെച്ചിട്ടുണ്ടെങ്കിലും മഴ തുടർന്നാൽ പോസ്റ്റ് വീഴാനുള്ള സാധ്യതയും ഏറെയാണ്. ഗുരുവായൂരിൽ ശക്തമായ കാറ്റിലും മഴയിലും വീട് തകർന്നു. പാലുവായ് തൈക്കണ്ടിപ്പറമ്പിൽ അബ്ദുൾ മജീദിന്റെ വീടാണ് തകർന്നത്. ഇന്നുച്ചയ്ക്ക് 2-നാണ് സംഭവം. വീടിന്റെ മല്ലു വീണ് 42 വയസ്സുള്ള ഭാര്യ റംലയ്ക്ക് പരിക്കേറ്റു. കൈയിന് പരിക്കേറ്റ റംല പ്രാഥമിക ചികിത്സ തേടി. വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. ഓടുകളും മച്ചുകളും തകർന്നു വീണു. വീടിന്റെ ഭിത്തിയൊഴികെ ബാക്കിയെല്ലാം നശിച്ചു. മൊബൈൽ ഉൾപ്പെടെ മേശ, കസേര എന്നീ ഗൃഹോപകരണങ്ങളും ഫാൻ, വൈദ്യുതി ഉപകരണങ്ങളും പൂർണ്ണമായും നശിച്ചു. 60,000 രൂപയോളം നഷ്ടം സംഭവിച്ചതായി വീട്ടുകാർ പറഞ്ഞു. വിവരമറിഞ്ഞ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM ഷഫീറും വാർഡ് കൗൺസിലർ KM മെഹറൂഫും സ്ഥലത്തെത്തി. മറ്റു വാർത്തയിലേക്ക്. അക്കിക്കാവിൽ കാർ ഡിവൈഡറിൽ ഇടിച്ചു കയറി അപകടം. അൽഖയാം പെട്രോൾ പമ്പിന് മുന്നിൽ ശനിയാഴ്ച രാത്രി 10 മണിയോടെയാണ് അപകടമുണ്ടായത്. ആർക്കും പരിക്കില്ല. കണ്ണൂരിൽ നിന്നും മൂവാറ്റുപുഴയിലേക്ക് പോകുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാർ പിന്നീട് ക്രെയിൻ ഉപയോഗിച്ച് നീക്കി. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. കൂറ്റനാട് വാവന്നൂർ അഷ്ടാംഗം ആയുർവേദ കോളേജിൽ നിളയുടെ നാട്ടുവഴികൾ എന്ന തലക്കെട്ടിൽ സംവാദ പരമ്പരയ്ക്ക് തുടക്കമായി. നിള നദീതീരത്തെ പ്രകൃതിയും മനുഷ്യനും ഉൾച്ചേർന്ന ചരിത്രത്തിന്റെ പഠനമാണ് സംവാദ പരമ്പരയുടെ ലക്ഷ്യം. അഷ്ടാംഗത്തിൽ പ്രവർത്തിക്കുന്ന PR കൃഷ്ണകുമാർ പൈതൃക ജ്ഞാനകേന്ദ്രവും ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴയും കോയമ്പത്തൂർ ആയുർവേദ ചികിത്സാലയം ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായാണ് സെമിനാറിന് വേദിയൊരുക്കുന്നത്. കല, സംസ്കാരം, വിദ്യാഭ്യാസം, കൈവേലകൾ, ജന്തു സസ്യവൈവിധ്യം തുടങ്ങി 40ഓളം വിഷയങ്ങളിൽ ഊന്നിയാണ് സംവാദ പരമ്പര നടക്കുന്നത്. നിളാതീരത്തെ ആയുർവേദ പാരമ്പര്യം എന്ന വിഷയത്തിൽ നടന്ന ആദ്യ സെമിനാർ അഷ്ടവൈദ്യൻ പുലാമന്തോൾ ശങ്കരൻ മൂസ് ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി അമിയ ആയുർവേദ ആശുപത്രി പ്രധാന വൈദ്യൻ വിനോദ് കൃഷ്ണൻ, ശ്രീപതി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സ്മിതാദാസ് എന്നിവർ വിഷയം അവതരിപ്പിച്ചു. ആയുർവേദ പാരമ്പര്യം ഒറ്റയ്ക്ക് ഒരു ശാഖയായിട്ട് നിലനിൽക്കുന്നതല്ല. അതിന് മറ്റ് പല മേഖലകളുമായിട്ടും ബന്ധമുണ്ട്. വൈജ്ഞാനിക ലോകവുമായിട്ട് ഏറെ ബന്ധമുള്ളതാണ്. അതുപോലെ തന്നെ ഈ സംസ്കൃത പാരമ്പര്യവുമായിട്ടും ഇതിനേറെ ബന്ധമുണ്ട്. നമുക്കറിയാം, പഴയ ആയുർവേദ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ സംസ്കൃത ഭാഷയിൽ രചിക്കപ്പെട്ടതാണ്. ഒരു നാടിൻ്റെ പാരമ്പര്യം, ഒരു സിദ്ധി എങ്ങനെയാണ് പരമ്പരാഗതമായിട്ട് കൈമാറ്റം ചെയ്തു പോന്നിരുന്നത് എന്ന് അറിയാനുള്ള അവകാശം പുതിയ തലമുറയ്ക്കുണ്ട്. ആ പൈതൃകത്തിൻ്റെ വക്താക്കളാക്കാൻ പുതിയ തലമുറയ്ക്ക് അവസരമുണ്ട്. അതിനെ നേടിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതിന് ചില കൂട്ടായ്മകൾക്ക് മാത്രമേ സാധിക്കൂ. അഷ്ടവൈദ്യൻ വൈദ്യമഠം സുബിൻ മോഡറേറ്ററായി. അഷ്ടാംഗം സെക്രട്ടറി ഉണ്ണിമങ്ങാട്ടിന്റെ അധ്യക്ഷതയിൽ കോയമ്പത്തൂർ ആയുർവേദ ഫാർമസി ട്രസ്റ്റി ശിവദാസ് വാര്യർ മുഖ്യപ്രഭാഷണം നടത്തി. ഒന്ന്, നിള എന്ന് പറഞ്ഞ ശബ്ദവും കാശ്മീരിലെ നിള എന്ന് പറയുന്ന നാഗരാജാവുമായി ബന്ധമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു നാഗ ഉപാസനയുടെ ഭാഗമായി ഇതിനെ കാണും. കുമാരസംഭവത്തിൽ 2-ാം സർഗത്തിലെ 22-ാമത്തെ ശ്ലോകത്തിൽ കാളിദാസൻ പുള്ളുവൻ എന്ന് പറഞ്ഞത് ഒരു നാഗ ഉപാസകനാണെങ്കിൽ ഇവിടുത്തെ പുള്ളുവനും കാശ്മീരിലെ പുള്ളുവനും തമ്മിൽ ബന്ധമില്ലേ? എൻ്റെ ഉപാസനയെ സംബന്ധിച്ചിടത്തോളം അനന്തനാഗും തിരുവനന്തപുരത്തെ അനന്തപത്മനാഭസ്വാമിയും നിളയും എല്ലാം ആ അനന്തമായ
ആ അനന്തനെ തന്നെ സൂചിപ്പിക്കുന്നതാണ്. സി രാജഗോപാൽ, വിനോദ് നമ്പ്യാർ, രാജേന്ദ്രബാബു, ഡോക്ടർ എ രമ്യ, ഡോക്ടർ ജിഷ്ണു നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. അടുത്ത സെമിനാർ ആഗസ്റ്റ് 23 ശനിയാഴ്ച നിളാതീരത്തെ നെയ്ത്തുപാരമ്പര്യം എന്ന വിഷയത്തിൽ നടക്കും. കൂറ്റനാട് വാവന്നൂർ സിമാറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിനി ട്രെയിൻ തട്ടി മരിച്ചു. മലപ്പുറം വള്ളിക്കുന്ന് ആനയറങ്ങാടി ഒഴുകിൽ തട്ടയൂർമന രാജേഷ് നമ്പൂതിരിയുടെ മകൾ 20 വയസ്സുള്ള സൂര്യയാണ് മരിച്ചത്. കടലുണ്ടി റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് 5:45 ദാരുണ സംഭവം. കോയമ്പത്തൂർ ഫാസ്റ്റ് പാസഞ്ചറിൽ കടലുണ്ടി സ്റ്റേഷനിൽ ഇറങ്ങിയ സൂര്യ പാളത്തിലൂടെ 2ാം പ്ലാറ്റ്ഫോമിലേക്ക് കടക്കാൻ ശ്രമിക്കവേ കോഴിക്കോട് ഭാഗത്തു നിന്നുമെത്തിയ മംഗളൂരു ചെന്നൈ മെയിൽ ഇടിക്കുകയായിരുന്നു. ട്രെയിനിന്റെ ഹോൺ കേട്ട് പരിഭ്രാന്തയായി പാളം മാറിക്കയറിയതാണ് അപകടത്തിന് കാരണമായതെന്ന് പരിസരത്തുണ്ടായിരുന്നവർ പറഞ്ഞു. പോലീസും റെയിൽവേ അധികൃതരും നാട്ടുകാരും ചേർന്ന് മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിച്ചു. വാവന്നൂർ ശ്രീപതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി കോളേജിലെ 2ാം വർഷ ബിടെക് വിദ്യാർത്ഥിനിയാണ് സൂര്യ. മണ്ണൂർ CM ഹയർ സെക്കൻഡറി സ്കൂൾ കമ്പ്യൂട്ടർ സയൻസ് അധ്യാപിക പ്രതിഭയാണ് മാതാവ്. ആദിത്യൻ സഹോദരനാണ്. സംസ്കാരം നടത്തി. കണ്ടാണശ്ശേരി സെന്റ് ജോസഫ് ഇടവകയിലെ KCYM സംഘടനയുടെ നേതൃത്വത്തിൽ റോഡിലെ കാന വൃത്തിയാക്കി. തുടർച്ചയായി പെയ്യുന്ന മഴയിൽ കാനയിൽ ചെളി അടിഞ്ഞുകൂടി വെള്ളം റോഡിലൂടെ ഒഴുകാൻ തുടങ്ങിയിരുന്നു. പള്ളിയിൽ ആരാധനയ്ക്കെത്തുന്നവർക്ക് വെള്ളക്കെട്ട് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഇടവകയിലെ യുവാക്കളുടെ നേതൃത്വത്തിൽ കാന വൃത്തിയാക്കി റോഡ് സഞ്ചാരയോഗ്യമാക്കിയത്. ഇടവക വികാരി ഫെബിൻ കുത്തൂർ, KCYM പ്രസിഡന്റ് അരിസ്റ്റോ ഫ്രാൻസിസ്, സംഘടനാ അംഗങ്ങളും നേതൃത്വം നൽകി. എരുമപ്പെട്ടി കുട്ടഞ്ചേരി 4ാം വാർഡിലെ 7ാം നമ്പർ അങ്കണവാടിയും തൃശൂർ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും സംയുക്തമായി ക്യാൻസർ രോഗങ്ങളെക്കുറിച്ച് ബോധവൽക്കരണവും സൗജന്യ ഹോമിയോ പരിശോധനാ ക്യാമ്പും നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ VC ബിനോജ് മാസ്റ്റർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം സ്വപ്ന പ്രദീപ് അധ്യക്ഷയായി. ഡോക്ടർ ബ്രില്ലിയുടെ നേതൃത്വം നൽകി. അങ്കണവാടി അധ്യാപിക സുജാത ടീച്ചർ സംസാരിച്ചു. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ ആളൂർ സെന്റ് സെബാസ്റ്റ്യൻ ഇടവക ദേവാലയത്തിന് മുന്നിലായാണ് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് ലിറ്റർ വെള്ളമാണ് റോഡിലൂടെ ഒഴുകി പാഴാകുന്നത്. പൈപ്പ് പൊട്ടിയ ഭാഗത്ത് കരിക്കിന്റെ തൊണ്ടുവെച്ച് അടച്ചിട്ടുണ്ടെങ്കിലും വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത് തടയാൻ സാധിച്ചിട്ടില്ല. ഞായറാഴ്ച ഉച്ചയോടെയാണ് പൈപ്പ് പൊട്ടി വെള്ളം പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങിയത്. മഴക്കാലമായതിനാൽ വെള്ളം പാഴായി പോകുന്നത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. വൈകിട്ട് മഴ മാറി നിന്നതോടെയാണ് വെള്ളം ഒഴുകിപ്പോകുന്നത് ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അധികാരികൾ ഇടപെട്ട് എത്രയും വേഗത്തിൽ പൈപ്പിന്റെ അറ്റകുറ്റപ്പണി നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ചാവക്കാട് നഗരസഭയുടെ ആയുഷ് ആയുർവേദ പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ നേതൃത്വത്തിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ധന്യശ്രീ ഉണ്ണി, ഡോക്ടർ C ബാലകൃഷ്ണൻ എന്നിവർ ബോധവൽക്കരണ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് കർക്കിടക കഞ്ഞി വിതരണം ചെയ്യുകയും രക്തപരിശോധന നടത്തുകയും ചെയ്തു. അങ്കണവാടി ജീവനക്കാർ, ആശാപ്രവർത്തകർ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ എന്നിവർ നേതൃത്വം നൽകി. പുന്നയൂർകുളം കുന്നത്തൂർ സ്മരണ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പ്രതിമാസ ചർച്ച നടത്തി. സ്ത്രീകളും നിയമങ്ങളും എന്ന വിഷയത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് ഓഫ് വുമൺ സ്റ്റഡീസ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ KP തെസ്നിയ മുഖ്യപ്രഭാഷണം നടത്തി. സ്മരണ ചെയർമാൻ ബാഹുലയൻ താമരശ്ശേരി, അഷ്റഫ് വൈശ്യം വീട്ടിൽ, മുഹമ്മദ് ഷെരീഫ്, ഉമ്മർ അറക്കൽ, അബ്ദുൾ പുന്നയൂർകുളം, മുഹമ്മദ് ഉണ്ണി, ഷാജൻ വാഴപ്പുള്ളി, T കൃഷ്ണദാസ് എന്നിവർ സംസാരിച്ചു. സ്മരണ സെക്രട്ടറി AK സതീഷ് കുമാർ സ്വാഗതവും ട്രഷറർ രാജേഷ് കടാമ്പുള്ളി നന്ദിയും പറഞ്ഞു. സ്ത്രീയോടായാലും പുരുഷനോടായാലും എങ്ങനെയാണ് അവരെ പരസ്പരം ബഹുമാനിക്കപ്പെടേണ്ടതെന്ന രീതിയിൽ കുട്ടികളോട് പ്രായത്തിൽ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇത്തരം അതിക്രമങ്ങളെ അവരോടൊപ്പം ഇന്നത്തെ കാലത്ത് കുട്ടികളോട് നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് തന്നെ ഡീൽ ചെയ്യണം. കാരണം ഒരു അതോറിറ്റി വലിയ രീതിയിൽ അതോറിറ്റേറ്റീവ് ആകുന്ന കുട്ടികൾ അതിനെ മറികടക്കാനുള്ള ശ്രമമാണ്. അതിനെ അഗെയിൻസ്റ്റ് ആയിട്ട്, കാരണം ഈ നിയമങ്ങൾ അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്താനുള്ള ശ്രമങ്ങളും ഈ വിഭാഗത്തിന്റെ ഇടയ്ക്ക് നിന്ന് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ ഇതേ രീതിയിൽ ഉപയോഗിക്കാൻ എല്ലാവർക്കും സാധിക്കണം. ലഹരിക്കെതിരെയുള്ള സന്ദേശവുമായി ദൃശ്യ ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടത്തിയ മത്സരങ്ങൾ
ഗുരുവായൂർ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി അംഗം സി മനോജ് ഉദ്ഘാടനം ചെയ്തു. ദൃശ്യ പ്രസിഡന്റ് കെ ഗോവിന്ദദാസ് അധ്യക്ഷത വഹിച്ചു. സായ് സഞ്ജീവനി ട്രസ്റ്റ് ചെയർമാൻ മൗനയോഗി സ്വാമി ഡോക്ടർ എ ഹരിനാരായണൻ, ദൃശ്യ സെക്രട്ടറി ആർ രവികുമാർ, ആർ ജയകുമാർ എന്നിവർ സംസാരിച്ചു. ദൃശ്യ വൈസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ദൃശ്യ ഭാരവാഹികളായ വി പി ആനന്ദൻ, എം ശശികുമാർ, പി ശ്യാംകുമാർ, ശശി പട്ടത്താക്കിൽ, കെ വത്സലൻ, സി ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ നഗരസഭാ പ്രദേശത്തും പരിസര പ്രദേശത്തുമുള്ള സ്കൂളുകളിൽപ്പെട്ട 600ഓളം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. ഓരോ വിഭാഗത്തിലും ഒന്നാം സ്ഥാനക്കാർക്ക് 3000 രൂപയും രണ്ടാമതെത്തുന്നവർക്ക് 2000, മൂന്നാം സ്ഥാനം നേടുന്നവർക്ക് 1000 രൂപയും ഫലകവും സാക്ഷ്യപത്രവും സമ്മാനിക്കും. വിജയികൾക്ക് ആഗസ്റ്റ് 2ാം വാരത്തിൽ സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ സമ്മേളനത്തിലാണ് ഉപഹാരങ്ങൾ സമർപ്പിക്കുകയെന്ന് സംഘാടകർ അറിയിച്ചു. ആർക്കിടെക്ചർ കോഴ്സുകൾക്കായുള്ള കീം പരീക്ഷയിൽ 3ാം റാങ്ക് നേടിയ കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന എലൈൻ സി ഷൈനിനെ സ്കൂൾ മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. നഴ്സറി പഠനം മുതലുള്ള 14 വർഷക്കാലം ബദനിയിലെ വിദ്യാർത്ഥിയായിരുന്നു എലൈൻ. പഠനമേഖലയിലും കലാമേഖലയിലും സജീവ സാന്നിധ്യമായിരുന്ന എലൈന്റെ നേട്ടം സ്കൂളിനെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനം നൽകുന്നതാണെന്ന് മാനേജർ ഫാദർ ബെഞ്ചമിൻ ഒ.ഐ.സി പറഞ്ഞു. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ യാക്കോബ് ഒ.ഐ.സിയുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ പൂച്ചെണ്ട് നൽകിയും പൊന്നാട അണിയിച്ചും റാങ്ക് ജേതാവിനെ അനുമോദിച്ചു. മരത്തങ്കോട് മേരിമാതാ ദേവാലയത്തിൽ പീറ്റർ ജൂലിയൻ എയ്മാഡിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. വിശുദ്ധ പീറ്റർ ജൂലിയൻ എയ്മാഡിന്റെ തിരുശേഷിപ്പ് പ്രചരിപ്പിച്ചിട്ടുള്ള കേരളത്തിലെ ഏക ദേവാലയമാണ് മരത്തങ്കോട് മേരിമാതാ പള്ളി. ഓഗസ്റ്റ് 2, 3 തീയതികളിലായാണ് ഊട്ടുതിരുനാൾ ആഘോഷം. ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക വികാരി ഫാദർ ജോഫി ചിറ്റിലപ്പിള്ളി ഊട്ടുതിരുനാളിന്റെ കൊടിയേറ്റം നിർവഹിച്ചു. കൈക്കാരന്മാരായ ഡോക്ടർ ജോൺസൺ ആളൂർ, തോമസ് ചക്രമാക്കിൽ എന്നിവർ നേതൃത്വം നൽകി. തിരുനാൾ ദിനമായ ആഗസ്റ്റ് 3-ന് മെൽബൺ രൂപത ബിഷപ്പ് എമരിറ്റസ് മാർ ബോസ്കോ പുത്തൂരിന്റെ പ്രധാന കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും ലതീഞ്ഞ് നോവേന രോഗശാന്തി ശുശ്രൂഷ, പ്രസുതേന്തി വാഴ്ച, ദിവ്യകാരുണ്യ പ്രദക്ഷിണം എന്നിവയ്ക്ക് ശേഷം സമൂഹ ഊട്ടുനേർച്ചയും ഉണ്ടായിരിക്കും. മാസങ്ങളായി പാൽ അളന്ന പണം ലഭിക്കാത്തതിൽ ക്ഷീര കർഷകർ എരുമപ്പെട്ടി പഞ്ചായത്ത് ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിന് മുന്നിൽ പാലൊഴിച്ച് പ്രതിഷേധിച്ചു. അത് ഇവര് കൊണ്ടുപോകേണ്ടത് അവര് വീട്ടിലെ കാര്യങ്ങൾ നടക്കണല്ലോ ഭംഗിയായിട്ട്. കംപ്ലൈന്റ് നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട്, അത് കൊടുക്കാം. ഇനി അതോ പ്രസിഡന്റ് ഇങ്ങോട്ട് വരാൻ തയ്യാറല്ലെങ്കിൽ ഈ പാല കൂടിയിട്ട് പ്രസിഡന്റിന്റെ വീട്ടിൽ കൊണ്ടുപോകുക, അവന്റെ പണിക്ക് കൊണ്ടുപോയി ഒഴിക്കുക, അവൻ ചായ ഉണ്ടാക്കി കുടിക്കുക, എന്താ ചെയ്യുക. 3 മാസമായി കർഷകർക്ക് പാലളന്ന പണം ലഭിച്ചിട്ട് നിരന്തരം പണം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അധികൃതർ അവധികൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോവുകയാണ്. ഇതിനെ തുടർന്നാണ് ഞായറാഴ്ച പുലർച്ചെ 6:30 കർഷകർ ക്ഷീരസംഘം ഓഫീസിലെത്തി പ്രതിഷേധിച്ചത്. 30,000 രൂപ വരെ ലഭിക്കാനുണ്ടെന്ന് കർഷകർ പറയുന്നു. മൊത്തം 5 ലക്ഷത്തിലധികം രൂപ പാൽ അളന്ന വകയിൽ കർഷകർക്ക് സൊസൈറ്റി നൽകുവാനുണ്ടെന്നും കർഷകർ പറയുന്നു. 42 രൂപയ്ക്ക് കർഷകരിൽ നിന്നും പാൽ സംഭരിച്ച് 55 രൂപയ്ക്കാണ് സൊസൈറ്റി പുറമെ വിൽക്കുന്നത്. പ്രതിഷേധത്തെ തുടർന്ന് സെക്രട്ടറി എത്തിയെങ്കിലും കർഷകർക്ക് ലഭിക്കേണ്ട പണം എന്ന് നൽകുമെന്നതിനെക്കുറിച്ച് പറയാൻ തയ്യാറായില്ല എന്നും പ്രസിഡന്റിനെ നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടിട്ടും നേരിട്ട് വരുവാനോ ഫോൺ എടുക്കുവാനോ തയ്യാറായില്ലെന്നും കർഷകർ പറയുന്നു. ഒരാൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആൾ 10 അംഗ സംഘമാണ്. ഈ 10 അംഗ സംഘത്തിൽ ഒരാളെങ്കിലും ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. 6 മണിക്ക് വന്നിരിക്കുന്നതാണ്, 6 മണിക്ക് പാലടക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ഇതേവരെ ഒരു മനുഷ്യന്മാർ ഇവിടെ എത്തിയിട്ടില്ല. സെക്രട്ടറി വിളിച്ചപ്പോൾ സെക്രട്ടറിക്ക് പനിയാണ്, എന്നിട്ട് വിളിച്ചു വരുത്തി ഇവിടെ കൊണ്ടുവന്നിരുത്തിയിട്ടുണ്ട്. അവന് പനിയാണ്. അവൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് തരാമെന്ന് പൈസ, എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞ് എൻ്റെ സെറ്റിൽ ചെയ്താരാമെന്നു. ഒറ്റപ്പെട്ട ആരോപണം ഉന്നയിക്കുമ്പോൾ ഒറ്റപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് അവരെ സെറ്റിൽ ചെയ്യാന്നുള്ള ഒരു തീരുമാനമാണ് ഇവരുടെ കാര്യം. എൻ്റെ സെറ്റിൽ ചെയ്താൽ പറഞ്ഞു, അവൻ്റെ സെറ്റിൽ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. ഓരോരുത്തരും സെറ്റിൽ ചെയ്യാന്ന്. ആ ബാക്കിയുള്ളവർ ഈ ചെടിയും കൊതുകടിയും കൊള്ളത്തരണോ. തുടർന്ന് എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ കർഷകർ പരാതി നൽകി. കോൺഗ്രസ് നേതാക്കളായ അമ്പലപ്പാട്ട് മണികണ്ഠൻ, MM നിഷാദ്, NK കബീർ, അജു നെല്ലുവായ്, PS സുനീഷ്, MC ഐജു എന്നിവരും കർഷകർക്ക് പിന്തുണയർപ്പിച്ചെത്തിയിരുന്നു. ഈ ആവശ്യമുന്നയിച്ച് കോൺഗ്രസ് മുമ്പും സമരം നടത്തിയിരുന്നു. കർഷകർക്ക് അവരുടെ അർഹതപ്പെട്ട പണം ലഭിക്കുന്നതുവരെ സമര പ്രക്ഷോഭ പരിപാടികളുമായി കൂടെയുണ്ടാകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. ഈ സൊസൈറ്റിയുടെ സെക്രട്ടറിയെയും പ്രസിഡന്റിനെയും വിളിച്ചപ്പോൾ ആദ്യമൊന്നും ഫോൺ എടുക്കാൻ തയ്യാറായില്ല. പിന്നീട് ഞങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ സെക്രട്ടറി ഫോൺ എടുക്കുകയും അദ്ദേഹത്തിന് സുഖമില്ലാതിരിക്കുകയാണെന്ന് പറഞ്ഞു. പ്രസിഡന്റിനെ വിളിക്കാൻ പറഞ്ഞപ്പോൾ പ്രസിഡന്റ് ഫോൺ എടുത്തു. അദ്ദേഹം ഈ വഴിക്ക് വരാൻ, ഇവ കർഷകരെ ഒന്ന് വന്ന് കാണാനോ അവരുടെ
വിഷയങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനോ അത് പരിഹരിക്കാനോ ഈ സൊസൈറ്റിയുടെ പ്രസിഡന്റോ അല്ലെങ്കിൽ മറ്റു ഭരണസമിതി അംഗങ്ങളോ തയ്യാറായിട്ടില്ല. ഇപ്പോൾ ഇവിടെ വന്ന് കർഷകരെ കണ്ട് നേരിട്ട് ചോദിച്ചപ്പോൾ ഏകദേശം ഇവിടെ നിൽക്കുന്ന ആളുകളുടെ തന്നെ കണക്കെടുത്തപ്പോൾ 1.5 ലക്ഷത്തോളം രൂപ ഇവിടെ നിൽക്കുന്ന കർഷകർക്ക് കിട്ടാനുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ പ്രതിഷേധത്തിലും ഇതിൽ ഇവിടുത്തെ ഭരണാധികാരികൾ കണ്ണ് തുറന്നില്ലെങ്കിൽ തീർച്ചയായും ഇവരുടെയൊക്കെ വീടുകളിലേക്ക് ഈ പ്രതിഷേധത്തിന്റെ രൂപം സമരവും മാറുമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇതിൽ എരുമപ്പെട്ടി മങ്ങാട് ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിൽ പാൽ നൽകുന്ന ക്ഷീര കർഷകർക്ക് പണം കുടിശ്ശികയാകാൻ കാരണം താൻ പണമെടുത്ത് ചെലവഴിച്ചതാണെന്ന് കാണിച്ച് സെക്രട്ടറി PA ജിജേഷ് മാധ്യമങ്ങൾക്ക് വാർത്താക്കുറിപ്പ് നൽകി. പണം താൻ വകമാറ്റി ചെലവഴിച്ചതാണെന്നും സഹകരണ സംഘം ഭരണസമിതിക്കും പ്രസിഡന്റിനും ഇതിൽ പങ്കില്ലെന്നും സെക്രട്ടറി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കർഷകർക്ക് 3 മാസത്തെ പണമാണ് നൽകുവാനുള്ളത്. പലർക്കും 30,000 രൂപയോളം ലഭിക്കുവാനുണ്ട്. കുടിശ്ശിക ലഭിക്കണമെന്നാവശ്യപ്പെട്ട് കർഷകർ ഇന്ന് രാവിലെ ക്ഷീര സഹകരണ സംഘം ഓഫീസിന് മുന്നിൽ പാൽ ഒഴുക്കിക്കളഞ്ഞ് പ്രതിഷേധിച്ചിരുന്നു. ഇതിനെ തുടർന്ന് ഭരണസമിതി അടിയന്തര യോഗം ചേരുകയും സെക്രട്ടറിയോട് വിശദീകരണം ചോദിക്കുകയും ചെയ്തു. തുടർന്നാണ് പണം താൻ ചെലവഴിച്ചതാണെന്ന് സെക്രട്ടറി ജിജേഷ് അറിയിച്ചത്. ഏകദേശം 4 ലക്ഷം രൂപയോളം തിരിമറി നടത്തിയതായാണ് ലഭിക്കുന്ന സൂചന. ക്രമക്കേട് നടത്തിയതിന് ജിജേഷിനെതിരെ നടപടിയുണ്ടാകാനും സാധ്യതയുണ്ട്. കർഷകർക്ക് കുടിശ്ശികയായി ലഭിക്കുവാനുള്ള പണം താൻ നൽകുമെന്നാണ് ജിജേഷ് വാർത്താക്കുറിപ്പിൽ പറയുന്നത്. മോട്ടോർ മേഖലയെ ആശ്രയിച്ച് കഴിയുന്ന ലക്ഷക്കണക്കിന് ഉടമ തൊഴിലാളി കുടുംബങ്ങൾ ആത്മഹത്യയുടെ മുന്നിലൂടെയാണ് കടന്നുപോകുന്നതെന്നും മോട്ടോർ മേഖലയുടെ തകർച്ചയ്ക്ക് പരിഹാരം കാണണമെന്നും BMS തൃശൂർ ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം പറഞ്ഞു. BMS ഗുരുവായൂർ മേഖല ടെമ്പോ ടാക്സി തൊഴിലാളികളുടെ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. MM മുകേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കുടുംബസംഗമത്തിൽ BMS ഗുരുവായൂർ മേഖലാ പ്രസിഡന്റ് KA ജയതിലകൻ, സെക്രട്ടറി PK ആറുമുഖൻ, VK സുരേഷ് ബാബു, സൂരജ് കോട്ടപ്പടി എന്നിവർ സംസാരിച്ചു. സുരേഷ് എടക്കാട് സ്വാഗതവും പ്രമോദ് താണിയിൽ നന്ദിയും പറഞ്ഞു. മുതിർന്ന ടെമ്പോ ടാക്സി തൊഴിലാളികളായ ശശിധരൻ, രാമചന്ദ്രൻ എന്നിവരെയും SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയും ആദരിച്ചു. ഡ്രൈവർമാരുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. നല്ല ജീവന പ്രസ്ഥാനമായ ജീവ ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ പുഴ സംരക്ഷണത്തിന്റെ ഭാഗമായി കനോലി കനാൽ ജലയാത്ര സംഘടിപ്പിച്ചു. ചാവക്കാട് വഞ്ചിക്കടവിൽ തിരൂർ ഗാന്ധിയൻ പ്രകൃതി ഗ്രാമം ഡയറക്ടർ ഡോക്ടർ PA രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ചാവക്കാട് നഗരസഭാ പ്രതിപക്ഷ നേതാവ് KV സത്താർ, വാർഡ് കൗൺസിലർ ഫൈസൽ കാനാമ്പുള്ളി, ഗുരുവായൂർ നഗരസഭാ കൗൺസിലർ KPA റഷീദ്, ജീവ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, പ്രസിഡന്റ് AK സുലാജന ടീച്ചർ, സെക്രട്ടറി P ശിവദാസൻ, PI സൈമൺ മാസ്റ്റർ, ട്രഷറർ PA പീതാംബരൻ, കൺവീനർ ധർമ്മേന്ദ്രൻ, അസ്കർ കൊളംബോ തുടങ്ങിയവർ സംസാരിച്ചു. പെരുമ്പിലാവ് അറക്കൽ സാംസ്കാരിക കൂട്ടായ്മയുടെ ഓഫീസിന്റെയും ഹാളിന്റെയും ഉദ്ഘാടനം നടന്നു. പൊതിയഞ്ചേരിക്കാവ് ക്ഷേത്രത്തിന് സമീപം നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ ഗാനരചയിതാവ് BK ഹരിനാരായണൻ നിർവഹിച്ചു. മനുഷ്യർ സ്വയം തുരുത്തുകളായി മാറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഒത്തുചേർന്നുള്ള കൂട്ടായ്മകൾക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ടെന്നും ജാതിമത രാഷ്ട്രീയത്തിനതീതമായി എന്ന് എവിടെയും പറയുമ്പോഴും അവർക്കെല്ലാം ഈ ചിന്താഗതി ഉള്ളതായിട്ടാണ് പിന്നീട് തോന്നുന്നതെന്നും ഹരിനാരായണൻ പറഞ്ഞു. ജാതി മത ഏത് തരത്തിലുള്ള കക്ഷി രാഷ്ട്രീയ ലിംഗ ഇതിനൊക്കെ അതീതമായിട്ട് നമ്മൾ എല്ലാ സ്ഥലത്തും പറയുമ്പോഴും ജാതി മത ലിംഗ ഭേദമന്യേ എന്നൊക്കെ നമ്മൾ എവിടെ പറഞ്ഞാലും അവിടെയൊക്കെ ജാതി ഉണ്ടാവും, മതം ഉണ്ടാവും, ലിംഗം ഉണ്ടാവും, രാഷ്ട്രീയം ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണത. അപ്പൊ അത്തരം വേലിക്കെട്ടുകളൊന്നുമില്ലാതെ ഒരു ഇടം ഇക്കാലത്ത് ഉണ്ടാവുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല, വലിയ വലിയ കാര്യമാണ്. തുടർന്ന് ആസ്ക് ചെയർമാൻ വിശ്വനാഥന്റെ അധ്യക്ഷതയിൽ നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ സൈക്കോ മുഹമ്മദ്, എഴുത്തുകാരൻ ഷമീർ പൊതിയഞ്ചേരി എന്നിവരെയും മേഖലയിൽ നിന്നും SSLC+2 ഡിഗ്രി പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ചവരെയും ആദരിച്ചു. ആസ്ക് സെക്രട്ടറി മോഹനൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിന് വാർഡംഗങ്ങളായ ശ്യാംജിത രാജൻ, MN നിർമ്മല, ഫസലു റഹ്മാൻ എന്നിവർ സംസാരിച്ചു. ആസ്ക് ചെയർമാൻ വിശ്വനാഥൻ സ്വാഗതവും സലിം KM നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു.
കുണ്ടന്നൂർ കർമ്മലമാതാ ദേവാലയത്തിൽ ഇടവകാംഗം ധന്യപദവിയിലായിരിക്കുന്ന സിസ്റ്റർ മരിയ സെലിൻ കണ്ണനായ്ക്കലിന്റെ 68ാം ചരമവാർഷികം ആചരിച്ചു. പുത്തൂർ സെന്റ് തോമസ് ഫൊറോന പള്ളി വികാരിയുമായ ഫാദർ ജോജു പനക്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും അനുസ്മരണ ബലിയും നടന്നു. തുടർന്ന് സിസ്റ്റർ മരിയ സെലിന്റെ ജന്മഗൃഹത്തിലേക്ക് പ്രദക്ഷിണ നടത്തുകയും ശ്രാദ്ധ നൽകുകയും ചെയ്തു. ഇടവക വികാരി ഫാദർ സെബി കവലക്കാട്ട്, ജനറൽ കൺവീനർ സിജോ മുരിങ്ങത്തേരി, കൈക്കാരന്മാരായ ജോൺസൺ മേക്കാട്ടുകുളം, ജോസഫ് ചിറമൽ, റിജി ചെറുവത്തൂർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മുതുവട്ടൂർ മഹല്ല് വിദ്യാഭ്യാസ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ സഹായധനം വിതരണം ചെയ്തു. മസ്ജിദ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ചാവക്കാട് നഗരസഭാ കൗൺസിലർ കെ.വി. സത്താർ ധനസഹായ വിതരണ ഉദ്ഘാടനം നടത്തി. മഹല്ല് ട്രഷറർ ടി.എസ്. നിസാമുദ്ദീൻ അധ്യക്ഷനായി. ഇമാം ഹുദൈഫ ഖിറാത്ത് ചൊല്ലി. മഹല്ല് വിദ്യാഭ്യാസ സമിതി കൺവീനർ പി.വി. ഫൈസൽ സ്വാഗതവും മഹല്ല് കമ്മിറ്റി അംഗം ആർ.വി. അബ്ദുൾ റഷീദ് നന്ദിയും പറഞ്ഞു. മഹല്ല് സെക്രട്ടറി പി.വി. ഉസ്മാൻ, കമ്മിറ്റി അംഗങ്ങളായ എം.പി. ബഷീർ, കെ. ഷംസുദ്ദീൻ, എം.എച്ച്. ജലീൽ, മദ്രസ പ്രിൻസിപ്പാൾ സുലൈഖ ഹംസ തുടങ്ങിയവർ നേതൃത്വം നൽകി. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ വഴിപാടായി ലഭിച്ച മൃതസംസ്കാരത്തിന് ഉപയോഗിക്കുന്ന നൂതന സംവിധാനങ്ങളുടെ വെഞ്ചിരിപ്പ് നടന്നു. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി വെഞ്ചിരിപ്പ് നിർവഹിച്ചു. കൈക്കാരന്മാരായ ഒ.ജെ. ഷാജൻ, വിൽസൺ നീലങ്കാവിൽ, കെ.ടി. വിൻസെന്റ്, പിയൂസ് പുലിക്കോട്ടിൽ, പി.ആർ.ഒ. റാഫി നീലങ്കാവിൽ എന്നിവർ നേതൃത്വം നൽകി. സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് ഒരുക്കി വിദ്യാലയത്തിന്റെ വേറിട്ട സിൽവർ ജൂബിലി ആഘോഷം. കാക്കശ്ശേരി വിദ്യാവിഹാർ സെൻട്രൽ സ്കൂളിലാണ് സിൽവർ ജൂബിലിയുടെ ഭാഗമായി വിദ്യാർത്ഥികളും അധ്യാപക രക്ഷകർതൃ സംഘടനയും ചേർന്ന് മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ജീവകാരുണ്യ സംഘടനയായ മാക്സ്ഡ്രീം ഫൗണ്ടേഷൻ ചാവക്കാട് താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുമായി യോജിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഹൃദ്രോഗ വിഭാഗം, നേത്രരോഗ വിഭാഗം, ദന്തരോഗ വിഭാഗം, ജനറൽ മെഡിസിൻ, ആയുർവേദം, അലർജി വിഭാഗം തുടങ്ങി വിവിധ മേഖലകളിലുള്ള ഡോക്ടർമാർ ക്യാമ്പിൽ പരിശോധന നടത്തി. സ്കൂൾ രക്ഷകർതൃ സംഘടനാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുജിത് ഐനിപ്പുള്ളിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് മുരളി പെരുന്നല്ലി എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പാൾ ഉഷാ നന്ദകുമാർ ആമുഖ പ്രഭാഷണവും മാനേജിംഗ് ട്രസ്റ്റി അഡ്വക്കേറ്റ് കെ.വി. മോഹനകൃഷ്ണൻ മുഖ്യപ്രഭാഷണവും നടത്തി. സ്കൂൾ അക്കാഡമിക് ഡയറക്ടർ ശോഭ മേനോൻ, ഗുരുവായൂർ റോട്ടറി ഹെറിറ്റേജ് പ്രസിഡന്റ് പി. ഗോപാലകൃഷ്ണൻ നായർ, എളവള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം ജയ ടീച്ചർ, പാവറട്ടി പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ജതിൻ അശോകൻ എന്നിവർ പ്രസംഗിച്ചു. ക്യാമ്പിൽ ആരോഗ്യരക്ഷാ ഉപകരണങ്ങളുടെയും ഔഷധങ്ങളുടെയും സൗജന്യ വിതരണവും ഉണ്ടായിരുന്നു. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ഓഗസ്റ്റ് 1 മുതൽ 15 വരെ നടക്കുന്ന 15 നോമ്പിനും ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളിനും കൊടിയേറി. ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത പെരുന്നാൾ കൊടിയേറ്റം നടത്തി. ഇടവക വികാരി ഫാദർ ജോൺ ഐസക്, സഹവികാരി ആന്റണി പൗലോസ് എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. പള്ളി ട്രസ്റ്റി സാംസൺ പുലിക്കോട്ടിൽ, സെക്രട്ടറി ജെയ്സൺ ചീരൻ എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും വരവറിയിച്ച് ക്ഷേത്രങ്ങളിൽ ഇല്ലനിറയാഘോഷങ്ങൾ നടന്നു. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായുള്ള അനുബന്ധ ചടങ്ങുകളും ഉണ്ടായിരുന്നു. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ നടത്തിയ ഇല്ലനിറ തൃപ്പുത്തരി ചടങ്ങുകളിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. രാവിലെ 7 മണിയോടുകൂടി ആരംഭിച്ച ചടങ്ങുകൾക്ക് മേൽശാന്തി മുല്ലനേഴി ദിലീപൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ചടങ്ങുകൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് കെ. സുബിദാസ്, സെക്രട്ടറി സുനീഷ് ഐനിപ്പുള്ളി, ട്രഷറർ ഭാസ്കരക്കുറുപ്പ്, വൈസ് പ്രസിഡന്റ് ഒ.എ. പരമേശ്വരൻ, ജോയിന്റ് സെക്രട്ടറി രാജീവ് തറയിൽ എന്നിവർ നേതൃത്വം നൽകി. മണികണ്ഠേശ്വരം ശ്രീ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ മേൽശാന്തി ഗോപാലകൃഷ്ണൻ തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പൂജകൾക്ക് ശേഷം പൂജിച്ച നെൽക്കതിർ ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തു. ക്ഷേത്രം ചെയർമാൻ രാധാകൃഷ്ണൻ പാലക്കിഴി, ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചിറമനേങ്ങാട് കുന്നമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസത്തോടനുബന്ധിച്ച് ഇല്ലം നിറ നടന്നു. ക്ഷേത്ര മേൽശാന്തി ഹരീഷ് നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ പുത്തരി പായസം വിതരണം ചെയ്തു. ഭക്തജനങ്ങളും ക്ഷേത്രം ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു. പൂജിച്ച നെൽക്കതിരുകൾ ഭക്തർക്ക് വിതരണം ചെയ്തു. കോട്ടപ്പുറം ശ്രീ മണ്ണത്തിരിക്കോവ് ശിവക്ഷേത്രത്തിൽ ഇല്ലം നിറ ആചരിച്ചു. ചടങ്ങുകൾക്ക് ക്ഷേത്ര മേൽശാന്തി വിഷ്ണു നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. കർക്കിടക മാസവും ഔഷധ സേവയും എന്ന വിഷയത്തെ ആസ്പദമാക്കി തൃശൂർ ദീപാഞ്ജലി ആയുർവേദ ഹോസ്പിറ്റലിൽ ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ എസ് ധന്യ ക്ലാസ് എടുത്തു. ഔഷധക്കനി വിതരണവും നടന്നു. ചടങ്ങുകളിൽ 100 കണക്കിന് ഭക്തർ പങ്കെടുത്തു. ക്ഷേത്രം പ്രസിഡന്റ് കെ.ആർ. ഹരിദാസ്, സെക്രട്ടറി കെ.എ. വിജീഷ്, ട്രഷറർ പി.ബി. മിനീഷ്, കോർഡിനേറ്റർ വി. ബാലകൃഷ്ണൻ, രക്ഷാധികാരി സി.പി. സൂര്യനാരായണൻ, കെ.ആർ. ശ്രീനിവാസൻ എന്നിവർ നേതൃത്വം നൽകി.
ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഇലം നിറയും അഷ്ടദ്രവ്യ ഗണപതി ഹോമവും ഞായറാഴ്ച രാവിലെ 5-ന് ആരംഭിച്ചു. ഗണപതി ഹോമം തുടർന്ന് നിറപുത്തരി, പൂജ എന്നിവയുണ്ടായി. പൂജിച്ച നെൽക്കതിർ ഭക്തർക്ക് വിതരണം ചെയ്തു. നിരവധി ഭക്തർ ക്ഷേത്രത്തിലെത്തി. ചെറുവത്താനി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ രാവിലെ 7:30-ക്ക് ക്ഷേത്രമാൽത്തറയിൽ ശേഖരിച്ചുവെച്ച നെൽക്കറ്റകൾ പ്രദക്ഷിണമായി നമസ്കാര മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിച്ചു. വിശേഷാൽ പൂജകൾക്കുശേഷം കതിരുകൾ ദേവന്മാർക്ക് സമർപ്പിച്ചു. തുടർന്ന് പൂജിച്ച കതിരുകൾ ഭക്തർക്ക് വിതരണം ചെയ്തു. ക്ഷേത്രം തന്ത്രി മഠത്തിൽ മുണ്ടയൂർ ദിവാകരൻ നമ്പൂതിരി, മേൽശാന്തി പിള്ളനേഴി പ്രസാദ് നമ്പൂതിരി എന്നിവർ കാർമ്മികരായി. ക്ഷേത്രം സേവാസമിതി പ്രസിഡന്റ് KN ഷാജി, സെക്രട്ടറി VR പ്രവീൺ, മറ്റ് സേവാസമിതി പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. കപ്ലിയങ്ങാട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഇല്ലനിറയും തുടർന്ന് ഔഷധക്കഞ്ഞി വിതരണവും നടന്നു. ക്ഷേത്രം തന്ത്രി മുല്ലപ്പുള്ളി മനക്കൽ ശശീന്ദ്രൻ ഭട്ടതിരിപ്പാടും ക്ഷേത്രം മേൽശാന്തി റോഷൻ ശാന്തിയും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ട്രസ്റ്റി മണക്കുളത്തിൽ ദിവാകര രാജ, കപ്ലിയങ്ങാട് മുതിർന്ന കാരണവർ ഗോവിന്ദൻകുട്ടി, ക്ഷേത്രം ഭാരവാഹികളായ പ്രമോദ് കിളിയമ്പറമ്പിൽ, ധനീഷ് താമരശ്ശേരി, അശോകൻ വെട്ടിശ്ശേരി, വസന്തൻ മുക്കന്നാംകുളങ്ങര, വിജയൻ പയറ്റാംകുന്ന്, പ്രജീഷ് മടപ്പാട്ടിൽ, മറ്റു ഭാരവാഹികൾ, മാതൃസമിതി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ചുരുളയം ശ്രീ രാമസ്വാമി ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങുകൾക്ക് തന്ത്രി മഠത്തിൽ മുണ്ടയൂർ സൂരജ് നമ്പൂതിരി, മേൽശാന്തി സൗരവ് മിശ്ര എന്നിവർ കാർമ്മികത്വം വഹിച്ചു. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും പുത്തരി പായസ നിവേദ്യവും അന്നദാനവും ഉണ്ടായിരുന്നു. ക്രമീകരണങ്ങൾക്ക് ക്ഷേത്രം ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി ശശിധര രാജ, പ്രസിഡന്റ് പ്രഭാകരൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് കരുണപ്രസാദ് എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം ചീരംകുളം ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലം നിറയും ആനയൂട്ടും ഭക്തി നിർഭരമായി. ഞായറാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം 9 മണിക്ക് ഇല്ലം നിറ ആരംഭിച്ചു. ചടങ്ങുകൾക്ക് ശേഷം പൂജിച്ച നെൽക്കതിരുകൾ ഭക്തർക്ക് വിതരണം ചെയ്തു. ശേഷം ആനയൂട്ട് ആരംഭിച്ചു. ഗജവീരൻ എഴുത്തുപുരയ്ക്കൽ സൂര്യനെ ആദ്യ ഉരുള നൽകി ആനയൂട്ടിന് തുടക്കം കുറിച്ചു. ദേവസ്വം വക ഒരാനയും വിവിധ പൂരാഘോഷ കമ്മിറ്റികളുടെ 7 ആനകളും ഊട്ട് പങ്കുചേർന്നു. മേൽശാന്തി വിജിലേഷ് നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് അശോക് കുമാർ, സെക്രട്ടറിമാരായ KS ചന്ദ്രൻ, PV സുരേഷ്, വൈസ് പ്രസിഡന്റ് ജയവർദ്ധനൻ, ജോയിന്റ് സെക്രട്ടറി സഞ്ജയ് കുമാർ, ട്രഷറർ MC അപ്പു, മാനേജർ V ഉണ്ണികൃഷ്ണൻ, കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി. കടങ്ങോട് പൊറ്റാംകുന്ന് ശ്രീ ദണ്ഡായുധപാണി ക്ഷേത്രത്തിൽ കതിർക്കറ്റകൾ ക്ഷേത്രത്തിലെത്തിച്ച് പൂജിച്ച് ഭഗവാന് സമർപ്പിച്ചു. തുടർന്ന് പൂജിച്ച കതിരുകൾ ഭക്തർക്ക് പ്രസാദമായി നൽകി. മേൽശാന്തി സച്ചിൻ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭരണസമിതി നേതൃത്വം നൽകി. കടങ്ങോട് ശ്രീ കൈക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലം നിറ നടന്നു. പൂജാ കർമ്മങ്ങൾക്ക് ശേഷം ഭഗവതിക്ക് നിവേദിച്ച കതിർക്കറ്റകൾ ഭക്തർക്ക് വിതരണം ചെയ്തു. മേൽശാന്തി പ്രകാശൻ നമ്പൂതിരി കാർമ്മികനായി. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി. കാണിപ്പയ്യൂർ കാണിശങ്കരപുരം ക്ഷേത്രത്തിൽ ഇല്ലനിറ നടന്നു. മേൽശാന്തി വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. പുതുശ്ശേരി അയ്യൻകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ചെമ്മന്തിട്ട പാടശേഖരത്തിൽ ആലാട്ട് കുടുംബം കൃഷി ചെയ്ത കതിർക്കറ്റകൾ രാവിലെ ആൽത്തറയിലെത്തിച്ചു. തുടർന്ന് ക്ഷേത്രമേൽശാന്തി പട്ളയിലത്ത് രമേശ് ഭട്ടിന്റെ കാർമ്മികത്വത്തിൽ നടന്ന പൂജകൾക്കു ശേഷം കതിർക്കറ്റകൾ ചുമന്ന് ക്ഷേത്രത്തിലെത്തിച്ചു. ക്ഷേത്രത്തിലെ പൂജകൾക്ക് ശേഷം നെൽക്കതിർ ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തു. ക്ഷേത്ര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനും കതിർ വാങ്ങുന്നതിനുമായി നിരവധി ഭക്തജനങ്ങളാണ് എത്തിയിരുന്നത്. ക്ഷേത്രം ഭാരവാഹികളായ ചന്ദ്രശേഖരൻ പുതുശ്ശേരി, UK ബിനീഷ്, CS ജിജി എന്നിവർ നേതൃത്വം നൽകി. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ചിറമനേങ്ങാട് ശ്രീ പാലഞ്ചേരി മഹാദേവ ക്ഷേത്രത്തിൽ കൂട്ട മഹാമൃത്യുഞ്ജയ ഹോമം നടത്തി. ക്ഷേത്രമേൽശാന്തി അജി തിരുമേനി മുഖ്യ കാർമ്മികനായി. ചടങ്ങിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ക്ഷേത്രം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിലേക്ക് നല്ലവരായ ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും സഹകരണവും സഹായവും ഉണ്ടാകണമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. കരിക്കാട് കൊടിയഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിലെ രാമായണ പാരായണം സമാപിച്ചു. ഒരുവന്നൂർ മനക്കൽ ശ്രീദേവി അന്തർജനത്തിന്റെയും കൊടിയഞ്ചിറ സദ്ഗമയ മാതൃസമിതി അംഗങ്ങളുടെയും നേതൃത്വത്തിലായിരുന്നു രാമായണ പാരായണം നടന്നുവന്നിരുന്നത്. ഞായറാഴ്ച രാവിലെ ക്ഷേത്രം തന്ത്രി കക്കാട് വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ 108 നാളികേരങ്ങൾ കൊണ്ടുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ട് നടത്തി. കൊമ്പൻ തൃശൂർ ഗോപീകൃഷ്ണനാണ് ഊട്ടിനെത്തിയത്. ശേഷം ശ്രീരാമ പട്ടാഭിഷേക ഘോഷയാത്രയും പ്രസാദ ഊട്ടും നടത്തി. രാമായണ പാരായണം നടത്തിയവർക്ക് ക്ഷേത്ര കമ്മിറ്റി ഉപഹാരങ്ങൾ നൽകി. ആഗസ്റ്റ് 1-ന് ഔഷധ സേവയും ആഗസ്റ്റ് 3-ന് ഇല്ലനിറയും നടത്തുമെന്ന് ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി KR ഉണ്ണിക്കുട്ടൻ, പ്രമോദ് ബാബു, CU നായർ, മാതൃസമിതി ഭാരവാഹികളായ ശാന്ത ബാലകൃഷ്ണൻ, ഇന്ദു നായർ എന്നിവർ പറഞ്ഞു.
കാണിപ്പയ്യൂർ ശ്രീ ഇടവന ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസത്തിനോടനുബന്ധിച്ച് മൃത്യുഞ്ജയ ഹോമവും ആനയൂട്ടും നടത്തി. മഹാഗണപതി ഹോമവും നടന്നു. ക്ഷേത്രം തന്ത്രി സ്വാമി വിശ്വേശ്വര അനന്ത സരസ്വതി കാർമ്മികനായി. SSLC+2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. സമ്പൂർണ്ണ രാമായണ പാരായണം നടത്തിയ ദർശൻ ഇടവനയെ പൊന്നാടണിയിച്ച് ആദരിച്ചു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ഷിനു ഇടവന, ക്ഷേത്രം സെക്രട്ടറി ശരത്ത്, ട്രഷറർ ശ്രീധരൻ എന്നിവർ നേതൃത്വം നൽകി. അറിയാം അകറ്റാം പകർച്ചവ്യാധികളെ എന്ന സന്ദേശത്തോടെ ചൂണ്ടൽ പഞ്ചായത്തിൽ ആരോഗ്യ ശില്പശാല സംഘടിപ്പിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ അക്കാദമിക് സഹകരണത്തോടെ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന പാരന്റിംഗ് പദ്ധതിയുടെ അനുബന്ധമായി ആരോഗ്യ ശില്പശാല സംഘടിപ്പിച്ചു. കേച്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന ശില്പശാല മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ, ചൂണ്ടൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ TC സെബാസ്റ്റ്യൻ മാസ്റ്റർ, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഭാരവാഹികളായ PK രാജൻ മാസ്റ്റർ, K രവീന്ദ്രൻ, ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂൾ പ്രധാന അധ്യാപിക ഷീജ ജോസ് എന്നിവർ സംസാരിച്ചു. ആർദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ ശ്രീജിത്ത്, തൃശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ KG രാധാകൃഷ്ണൻ, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന കമ്മിറ്റി അംഗം V മനോജ് കുമാർ എന്നിവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. രോഗത്തെ നേരത്തെ കണ്ടെത്തുകയും സ്ക്രീനിംഗ് ട്രാക്കിംഗ് ശീലമാക്കി ജീവിതശൈലിയിൽ മാറ്റം വരുത്തുകയാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭക്ഷ്യവിഭവങ്ങൾ, കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കലോറി, പ്രോട്ടീൻ, വിറ്റാമിനുകൾ, സൂക്ഷ്മ മൂലകങ്ങൾ, വ്യായാമങ്ങൾ, കളികൾ, ജീവിതശൈലി ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ സമസ്ത മേഖലയിലുമുള്ളവരെയും ഉൾപ്പെടുത്തി തുടർ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ മുന്നോടിയായാണ് ശില്പശാല സംഘടിപ്പിച്ചത്. ഭാരതീയ മസ്ദൂർ സംഘ് പുന്നയൂർക്കുളം യൂണിറ്റ് കുടുംബ സംഗമം ജില്ലാ കമ്മിറ്റി അംഗം രാജീവ് തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. പുന്നയൂർക്കുളം സർവീസ് സഹകരണ സംഘം ഹാളിൽ നടന്ന സംഗമത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് CK സുനീഷ് അധ്യക്ഷനായി. ഗുരുവായൂർ മേഖലാ പ്രസിഡന്റ് ജയതിലകം, വൈസ് പ്രസിഡന്റ് VK സുരേഷ് ബാബു, സൂരജ് കോട്ടപ്പടി, RSS ജില്ലാ സേവാ പ്രമുഖ് രാജീവ് എന്നിവർ സംസാരിച്ചു. PK ആറുമുഖൻ, TA മണികണ്ഠൻ, PK ശശി, PC കൃഷ്ണൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. PK ആറുമുഖൻ സ്വാഗതവും KR പ്രമോദ് നന്ദിയും പറഞ്ഞു. ആർത്താറ്റ V നഗർ റെസിഡൻസ് അസോസിയേഷനും ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലും ആസ്റ്റർ ലാബും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. നഗരസഭ പൊതുമരാമത്ത് വിഭാഗം സ്ഥിരം സമിതി അധ്യക്ഷ പ്രിയ സജീഷ് ഉദ്ഘാടനം ചെയ്തു. റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് UV സുവിൽ അധ്യക്ഷനായി. സൗജന്യ നേത്രപരിശോധന, സൗജന്യ ജീവിതശൈലി രോഗനിർണയം, തിമിര ശസ്ത്രക്രിയയ്ക്കായുള്ള സൗകര്യമൊരുക്കൽ എന്നിവ ക്യാമ്പിൽ ക്രമീകരിച്ചു. പരിശോധനകൾക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരും ആസ്റ്റർ ലാബിലെ ജീവനക്കാരും നേതൃത്വം നൽകി. റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി സഞ്ജയ്, വൈസ് പ്രസിഡന്റ് സന്തോഷ്, ജോയിന്റ് സെക്രട്ടറി തിലകൻ, മറ്റംഗങ്ങളായ PK മനോഹരൻ, ശിവപ്രസാദ്, ബോബി എന്നിവർ നേതൃത്വം നൽകി. CPM എരുമപ്പെട്ടി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെയ്യുന്ന സംയോജിത പച്ചക്കറി കൃഷിയുടെ നടീൽ ഉത്സവം നടന്നു. കുണ്ടന്നൂർ വെള്ളക്കുന്ന് ഭാഗത്ത് 25 സെന്റ് സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം PM സജി അധ്യക്ഷനായി. CPM ഏരിയ കമ്മിറ്റി അംഗം MS സിദ്ധൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി M നന്ദീഷ്, ബ്രാഞ്ച് സെക്രട്ടറി ഗീതാ മോഹനൻ, എരുമപ്പെട്ടി സഹകരണ ബാങ്ക് പ്രസിഡന്റ് US കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. പച്ചക്കറി എന്ന നിലയിലുള്ള തുടർ പച്ചക്കറി കൃഷിയുടെ പ്രോത്സാഹന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കി വരുന്നത്. ഓണവും അതിനെ തുടർന്നും കേരളത്തിലാകമാനം പച്ചക്കറി ലഭ്യമാക്കാൻ കഴിയാവുന്ന നിലയിലാണ്. അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ ഭക്ഷ്യസുരക്ഷ പച്ചക്കറി മേഖലയിൽ ഉറപ്പുവരുത്താൻ കഴിയാവുന്ന പ്രവർത്തനങ്ങളുടെ തുടക്കം എന്ന നിലയിൽ ആണ് ഈ പ്രവർത്തനം പുരോഗമന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ കർഷക കൂട്ടായ്മകൾ രൂപപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെയൊരു സംരംഭത്തിലേക്ക് മുന്നോട്ട് പോകുന്നത്. ചിറമനേങ്ങാട് സുവിധം ഫൗണ്ടേഷൻ നിർധനരായ കുടുംബങ്ങൾക്ക് പെൻഷൻ വിതരണം നടത്തി. ചിറമനേങ്ങാട് വായനശാലയിൽ നടത്തിയ പെൻഷൻ വിതരണത്തിന് സുവിധം ഫൗണ്ടേഷൻ പ്രസിഡന്റ് മുരളി പാതിരിക്കാട്ട്, സെക്രട്ടറി താഴത്തുപുരയ്ക്കൽ ഗോപി, ട്രഷറർ ഷാജി വലിയറ, ഭാരവാഹികളായ KK ഷാജൻ, സുഭാഷ് കോഴിപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. വർഷങ്ങളായി നടത്തിവരുന്ന ഈ പ്രവർത്തനം വിപുലമായ മാറ്റങ്ങൾ വരുത്തി കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു.
പന്നിത്തടം സ്പോർട്സ് ലവേഴ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കായിക താരങ്ങളെ അനുമോദിച്ചു. അണ്ടർ 16 കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ച മുഹമ്മദ് ഹാദിയെയും ഹൈദരാബാദിൽ നടക്കുന്ന അണ്ടർ 14 എലൈറ്റ് അക്കാദമി സെക്കൻഡ് റൗണ്ടിലേക്ക് സെലക്ഷൻ ലഭിച്ച ക്രിസ്ത്യാനോ ചാൾസിനെയുമാണ് അനുമോദിച്ചത്. ഷാഹുൽ പന്നിത്തടം, MP സിജോ, ഷർഫു പന്നിത്തടം, VS അബൂബക്കർ, ബബിൻ, കണ്ണൻ, അഫ്സൽ, അർഷാദ് എന്നിവർ പങ്കെടുത്തു. ലത്തീഫ്, ഷമീം, സലീം വെള്ളർക്കാട്, സുബ്രഹ്മണ്യൻ, അലി അഷ്കർ എന്നിവർ നേതൃത്വം നൽകി. കായികരംഗത്ത് മികവ് തെളിയിച്ചവർക്ക് ആദരവും കായിക ഉപകരണങ്ങളും സാമ്പത്തിക സഹായങ്ങളും കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചെയ്തു വരുന്നുണ്ട്. പൈതൃകം ഗുരുവായൂർ സൈനിക സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കാർഗിൽ വിജയ് ദിവസ് ആഘോഷിച്ചു. നഗരസഭാ ലൈബ്രറി മന്ദിരത്തിലെ അമർ ജവാൻ സ്തൂപത്തിൽ പുഷ്പാർച്ചനയോടെ ചടങ്ങ് ആരംഭിച്ചു. NCC ഓഫീസർ കേണൽ തോമസ് K. തോമസ് ഉദ്ഘാടനം ചെയ്തു. ബ്രിഗേഡിയർ NA സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. വൈസ് അഡ്മിറൽ KR നായരെ പൊന്നാടയും ഫലകവും നൽകി ആദരിച്ചു. കൊച്ചിൻ ഷിപ്പ്യാർഡ് ചെയർമാൻ മധു S. നായർ മുഖ്യാതിഥിയായി. ഗുരുവായൂർ SHO അജയ്കുമാർ, മേജർ P. ജസ്റ്റൈജു എന്നിവർ സംസാരിച്ചു. പൈതൃകം കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത് ആമുഖ പ്രഭാഷണം നടത്തി. സൈനിക സേവാ സമിതി ജനറൽ കൺവീനർ KK വേലായുധൻ, ട്രഷറർ K. സുഗതൻ, പൈതൃകം സെക്രട്ടറി മധു K. നായർ, കൺവീനർമാരായ AK ദിവാകരൻ, ശ്രീകുമാർ P. നായർ, മുരളി അകമ്പടി, MV ഉണ്ണികൃഷ്ണൻ, ജയൻ മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീകൃഷ്ണ കോളേജിലെയും മമ്മിയൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിലെയും NCC കേഡറ്റുകളുടെ മാർച്ച് പാസ്റ്റും അരങ്ങേറി. അക്കിക്കാവ് NSS കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും NSS ഡയറക്ടർ ബോർഡ് അംഗം അഡ്വക്കേറ്റ് P. ഹൃഷികേശ് ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് K. രാധാകൃഷ്ണൻ അധ്യക്ഷനായി. താലൂക്ക് യൂണിയൻ സെക്രട്ടറി S. ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. കരയോഗം സെക്രട്ടറി P. പ്രവീൺ കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. K. ഉണ്ണികൃഷ്ണൻ, K. ഭാസ്കരൻ നായർ, തിലക ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് N. രാധാകൃഷ്ണൻ, സെക്രട്ടറി P. പ്രവീൺ കുമാർ, ട്രഷറർ K. ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു. കരയോഗത്തിലെ SSLC+2 പരീക്ഷകളിൽ മുഴുവൻ A+ നേടിയ കുട്ടികളെ ചടങ്ങിൽ ആദരിച്ചു. 46 വർഷത്തെ പ്രവാസ ജീവിതത്തിനു ശേഷം നാട്ടിൽ മടങ്ങിയെത്തിയ അരുവായി തേങ്ങുങ്ങൽ ബാബുവിനെ അരുവായി വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ആദരിച്ചു. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ് ഷാൾ അണിയിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം K. ജയശങ്കർ ഉപഹാരം സമ്മാനിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി സുനിൽ അരുവായി, കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM അലി, M. ഉദയശങ്കർ, രമേശ് കടവാരത്ത്, വിൽസൺ പഴഞ്ഞി, നെൽസൺ ഐപ്പ്, മിനി ബാബു എന്നിവർ സംസാരിച്ചു. വൈദ്യുതി ബില്ലിൽ അധിക ചാർജ് ഈടാക്കിയെന്നാരോപിച്ച് SDPI പ്രവർത്തകർ പുന്നൂർകുളം ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസിലെത്തി പ്രതിഷേധിച്ചു. സെക്ഷന് കീഴിലെ വിവിധയിടങ്ങളിൽ ഉപഭോക്താക്കൾക്ക് കഴിഞ്ഞ മാസത്തെ ബില്ലിൽ വൻ വർധനവ് ഉണ്ടായെന്ന ആക്ഷേപം ഉയർന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് SDPI പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പിഴവ് സംഭവിച്ചതായി അധികൃതർ സമ്മതിച്ചതായും ബില്ലിംഗ് സംവിധാനത്തിലെ പ്രശ്നമാണെന്നും ഉടൻ പരിഹരിക്കുമെന്നും KSEB ഉദ്യോഗസ്ഥർ പറഞ്ഞതായും പ്രതിഷേധക്കാർ പറഞ്ഞു. അധികമായി വാങ്ങിയ പണം അഡ്വാൻസ് പേയ്മെന്റായി രേഖപ്പെടുത്തിയ രേഖ തരാമെന്ന ഉറപ്പിന്മേലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചതെന്നും ഇവർ കൂട്ടിച്ചേർത്തു. SDPI പുന്നൂർകുളം ഭാരവാഹികളായ സക്കരിയ പൂക്കാട്ട്, റാഫി ഇല്ലത്തയിൽ എന്നിവർ നേതൃത്വം നൽകി. 2336 രൂപയാണ് ഒരു മാസത്തെ ബില്ലേറ്റ് വരിക. അങ്ങനെ 3 മാസത്തെ വരുമ്പോൾ 7009 രൂപയാണ് സെക്യൂരിറ്റി എമൗണ്ടായിട്ട് വരാൻ പാടുള്ളൂ. പക്ഷെ എൻ്റെ എടുത്ത എമൗണ്ട് 8955 രൂപയാണ്. ഇവിടെ 7000 സാറെന്നെ കൂട്ടിയിട്ട് സാറിന് കിട്ടിയ എമൗണ്ട് 7008 രൂപയാണ്. അപ്പോൾ 1947 രൂപ അധികമായിട്ട് ഇലക്ട്രിസിറ്റി കൊള്ളടിക്കുന്ന ഒരൊറ്റ ബില്ലിന്റെ കാര്യമാണ് പറഞ്ഞത്. SDPI പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തും. അത് ഇതിൽ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെയും നമ്മൾ അറിയിച്ചിട്ടുണ്ട്. ഈ ഒറ്റ മാസത്തെ ബില്ലിൽ പിടിച്ചിട്ടുള്ളതാണ് 1947 രൂപ. ഇതേപോലെ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് ഇതേ വിഷയത്തിന്റെ പേരിൽ സെക്യൂരിറ്റി എമൗണ്ട് ഇതേപോലെ പിടിച്ചിട്ടുണ്ടാവും സർക്കാർ KSEB. അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം അനീതികൾ അത് ഒരു ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന ആളുകൾ വളരെയധികം ദുരിതത്തിലാക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് KSEBയുടെ ഇത്തരം നടപടികൾ കൊണ്ടുണ്ടാവാൻ വേണ്ടി പോകുന്നത്. ചരമം ചാലിശ്ശേരി അങ്ങാടി കൊള്ളന്നൂർ പരേതനായ കൊച്ചുകുഞ്ഞൻ മകൻ മെയിൻ റോഡ് അമ്പലത്തിന് സമീപം താമസിക്കുന്ന സൈമൺ നിര്യാതനായി. 59 വയസ്സായിരുന്നു. ചാലിശ്ശേരി മെയിൻ റോഡിൽ കൊള്ളന്നൂർ ട്രേഡേഴ്സ് ഉടമയാണ് പരേതൻ. തിരുവള്ളന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയർഡ് അധ്യാപിക മിനിയാണ് ഭാര്യ. ഷെമി, മാത്യൂസ് എന്നിവർ സഹോദരങ്ങളാണ്. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10-ന് മാർത്തോമ്മ പള്ളി സെമിത്തേരിയിൽ നടക്കും.
ഗുരുവായൂർ ബാസുരു ഇൻ ഉടമ പനങ്ങായിൽ അബൂബക്കർ ഹാജി നിര്യാതനായി. 85 വയസ്സായിരുന്നു. ഖബറടക്കം തൈക്കാട് ജുമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ നടത്തി. സുഹറ ഭാര്യയും ഫൈസൽ, ഫുവാദ്, ഫിജു, ഫജി എന്നിവർ മക്കളുമാണ്. കടപ്പുറം വട്ടേക്കാട് പള്ളിക്ക് പടിഞ്ഞാറ് ഭാഗം മാലിക് ദീനാർ റോഡിൽ താമസിക്കുന്ന പരേതനായ പണിക്ക വീട്ടിൽ അബ്ദുള്ള മകൻ വലിയകത്ത് കുഞ്ഞി മുഹമ്മദ് നിര്യാതനായി. 78 വയസ്സായിരുന്നു. സുഹറ ഭാര്യയും ആഷിഫ് മകനുമാണ്. ഖബറടക്കം വട്ടേക്കാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. വടക്കേക്കാട് കല്ലൂർ ICA റോഡ് ചൊവ്വലൂർ പരേതനായ അന്തോണിയുടെ ഭാര്യ റോസിലി നിര്യാതയായി. 82 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10-ന് ആറ്റുപുറം സെന്റ് ആന്റണീസ് പള്ളി സെമിത്തേരിയിൽ നടക്കും. ബസാനി, ബാബു, ബീന എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുന്നംകുളം സ്റ്റേഷനിലെ പോലീസുകാർ സഞ്ചരിച്ച ബൈക്ക് ഇടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. ആർത്താറ്റ് ശിവക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന മടത്തിപ്പറമ്പിൽ ജനാർദ്ദന പ്രഭുവിന്റെ ഭാര്യ 54 വയസ്സുള്ള ശ്രീദേവിയാണ് മരിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് 7 മണിയോടെ ആർത്താറ്റ് പള്ളിക്ക് സമീപത്തായിരുന്നു അപകടം. ഗുരുവായൂർ ദേവസ്വം പാഞ്ചജന്യം അനക്സ് റെസ്റ്റ് ഹൌസ് ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികൾ ദേവസ്വം മന്ത്രി VN വാസവൻ നാടിന് സമർപ്പിച്ചു. ഭക്തർക്ക് സമയബന്ധിതമായി ദർശനം നടത്തി മടങ്ങാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണമെന്ന് മന്ത്രി. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. ശക്തമായ മഴയെ തുടർന്ന് വിവിധയിടങ്ങളിൽ നാശനഷ്ടങ്ങൾ. പഴുന്നാനയിൽ ഇരുനില കെട്ടിടം തകർന്നു വീണു. കണ്ടാണശ്ശേരി കരിയന്നൂരിൽ വീട് തകർന്നു. മാസങ്ങളായി പാൽ അളന്ന പണം ലഭിക്കുന്നില്ലെന്ന് പരാതി. ക്ഷീര കർഷകർ എരുമപ്പെട്ടി പഞ്ചായത്ത് ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിന് മുന്നിൽ പാലൊഴിച്ച് പ്രതിഷേധിച്ചു. കർഷകർക്ക് അർഹതപ്പെട്ട പണം ലഭിക്കുന്നതുവരെ സമര പ്രക്ഷോഭ പരിപാടികളുമായി കൂടെയുണ്ടാകുമെന്ന് കോൺഗ്രസ് നേതൃത്വം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.